Hey everyone, this is me Nature here and welcome to Rectify English. So, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ടെൻസുകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ടെൻസുകളിൽ തന്നെ പ്രസൻറ്റ് ടെൻസാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സിമ്പിൾ പ്രസൻറ്റ് കഴിഞ്ഞു, അതേപോലെ തന്നെ പ്രസൻറ്റ് കണ്ടിന്യൂസ് കഴിഞ്ഞു. ഇന്ന് മൂന്നാമത്തെ ടൈപ്പാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതെന്ന് പറയുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. ഓക്കെ, അപ്പം എല്ലാവർക്കും വൺസ് അഗൈൻ ഐ വെൽക്കം യു ഓൾ ടു റെക്ടിഫൈ ഇംഗ്ലീഷ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണലായിട്ടുള്ള ക്ലാസ്സസ് വേണം, ഇൻ്റർവ്യൂസ്, അതേപോലെ തന്നെ കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യുക, ഇങ്ങനെയുള്ള പ്രോഗ്രാംസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പേഴ്സണലായിട്ടുള്ള ട്രെയിനിങ് വേണം എന്നുണ്ടെങ്കിൽ നേരെ തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. അതേപോലെ തന്നെ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുള്ള ക്ലാസ്സസ് നിർബന്ധമായിട്ടും നിങ്ങൾ കാണണം. ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നറിയോ? നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസും പ്രസൻറ്റ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസും ഇത് രണ്ടും പഠിച്ച അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പ്രസൻറ്റ് പെർഫെക്റ്റ് പഠിക്കേണ്ട ആവശ്യമില്ല. അതായത് നമ്മൾ കൂടുതൽ ഓവറായിട്ട് നമ്മൾ സെൻറ്റൻസുകളിൽ യൂസ് ചെയ്യില്ല. അതായത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിനൊക്കെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് ഇത് യൂസ് ചെയ്യില്ല. പക്ഷെ എന്നാലും ഇത് നമ്മൾ പഠിച്ചിരിക്കണം. ഇപ്പോൾ സപ്പോസ് എവിടെയെങ്കിലും വരുന്ന സമയത്തൊക്കെ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ എന്താണ് ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് എന്നുള്ളത് നമുക്ക് ബോർഡിലൂടെ നോക്കാം. പ്രസൻറ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷൻസ് ദാറ്റ് ഹാപ്പൻ ഇൻ ദ പാസ്റ്റ്. കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും ഇത് പഠിക്കാൻ. സിമ്പിൾ പ്രസൻറ്റിൻ്റെ പോലെയോ കണ്ടിന്യൂസിൻ്റെ പോലെയോ സിമ്പിളല്ല, കുറച്ച് ടഫായിരിക്കും. പക്ഷേ മനസ്സിലാക്കിയാൽ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ആക്ഷൻസ് ദാറ്റ് ഹാപ്പൻ ഇൻ ദ പാസ്റ്റ്. ഓക്കെ, പാസ്റ്റിൽ നടന്ന കാര്യമാണ്, പക്ഷേ ബട്ട് ആർ ഇമ്പോർട്ടൻറ്റ് നൗ ഓർ ടൈം ഇസ് നോട്ട് മെൻഷൻഡ്. ഓക്കെ, ഇവിടെ ഇതാണ് നോക്കിക്കേ, ആക്ഷൻസ് ഓൾറെഡി നടന്നതാണ്, പാസ്റ്റിൽ ഓൾറെഡി നടന്നതാണ്. പക്ഷെ ആ നടന്ന ആക്ഷന് ഇപ്പോഴും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ പ്രസൻറ്റ് പെർഫെക്റ്റ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതിനുള്ള ആക്ഷൻസ്, അതായത് അതിനുള്ള ഒരു റിസൾട്ടൊക്കെ ഇപ്പോഴും ഉണ്ട്, അല്ലെങ്കിൽ അതിനുള്ള ഓൾറെഡി ഒരു എന്താ പറയുക, അത് ഓൾറെഡി നമ്മളുടെ മൈൻഡിൽ ഇപ്പോഴും ഉണ്ട്, അങ്ങനെയുള്ളതിനാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. എക്സാമ്പിൾസ് നോക്കിക്കേ. ഫസ്റ്റ് നമ്മൾ ജസ്റ്റ് ആ ഫോർമുല ഒന്നും കൂടെ ഒന്ന് നോക്കാം. സബ്ജക്റ്റ് പ്ലസ് ഹാവ് ഓർ ഹാസ് പ്ലസ് V3 ആണ്. ഓക്കെ, ഈ V3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചില ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഐ ഹാവ് ഈറ്റൺ. ഈറ്റൺ എന്താണ്? ഈ V3 ഫോമിൽ വരുന്നതാണ് ഈറ്റൺ എന്ന് പറയുന്നത്. അതായത് ഒരൊറ്റ വെർബിന് തന്നെ 3 ഫോം ഉണ്ടാവും. അത് ഞാൻ പറഞ്ഞുതരാം. 3 ഫോം ഉണ്ടാവും, അതിൽ വരുന്നതാണ് ഈറ്റൺ എന്ന് പറയുന്നത്. അതേപോലെ ഷീ ഹാസ് ഫിനിഷ്ഡ്, അതേപോലെ തന്നെ ദേ ഹാവ് ഗോൺ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഐ വന്നിട്ട് ഹാവ് ആണ് വന്നത്, ഷീ വന്നിട്ട് ഹാസ് ആണ് വന്നത്, ദേ വന്നിട്ട് ഹാവ് ആണ് വന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് വരുന്നത്. പക്ഷെ ഇവിടേക്ക് നോക്കിക്കേ, ഇതൊക്കെ V3 ഫോംസ് ആണ്. ഇതിൽ ഒരുപാട് വേർബുകൾക്ക് ED ഫോം തന്നെയാണ് V3 എന്ന് പറയുന്നത്. പക്ഷേ ഈ ഫിനിഷ്ഡ്, അതേപോലെ തന്നെ പ്ലേഡ്, ഇങ്ങനെയുള്ള വേർഡ്സ് ഒന്നും അല്ലാതെ ചില വേർഡ്സുകൾ ടോട്ടലി മാറുന്നതുണ്ട്. ആ മാറുന്ന വേർഡ്സ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ED ഫോം, ഓൾമോസ്റ്റ് എല്ലാ വേർഡ്സും ED ഫോംസ് ആണ്. ബാക്കി മാറുന്ന കുറച്ച് വേർഡ്സ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഇതെല്ലാം V3 ഫോം ആണ് എന്നുള്ളത് ഓർമ്മ വേണം. ഓക്കെ, V3 ഫോംസിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ. ഈ V3 ഫോംസ് നോക്കിക്കേ. അതായത് ഒരു വേർബിന് തന്നെ 3 ഫോം വരുന്നുണ്ട്, V1, V2, V3. അതിൽ കൂടുതലും V1 കഴിഞ്ഞ് കഴിഞ്ഞാൽ പല വേർഡ്സിനും V2ഉം V3യും ED ഫോംസ് ആണ് വരിക. ഈ ED ഫോംസ് അല്ലാത്ത ചില വേർഡ്സ് ആണ് നമ്മൾ ഇവിടെ സ്പെഷ്യലായിട്ട് പറയുന്നത്. അപ്പം ഈറ്റിനെ വേർബ് 2ലേക്ക് വരുന്ന സമയത്ത് നമ്മൾ 8 എന്നാ പറയുക. ഇപ്പം പാസ്റ്റ് ആവുന്ന സമയത്താണ് കേട്ടോ ഇത് വേർബ് മാറിക്കൊണ്ടിരിക്കുന്നത്, പാസ്റ്റ് ആവുന്ന സമയത്താണ്. അപ്പം V2 എന്ന് പറയുന്നത് 8 ആണ്. V2 എവിടെയൊക്കെ യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ വരുന്ന ക്ലാസ്സിൽ പഠിക്കും. ഇവിടെ നമ്മൾ ഏതാ യൂസ് ചെയ്യുന്നത്? V3. അപ്പം ഈറ്റിൻ്റെ V3 എന്താണ്? ഈറ്റൻ. ഓക്കെ, ഗോൻ്റെ V2 വെൻ്റ് ആണ്. ഗോൻ്റെ V3 എന്ന് പറയുന്നത് ഗോൺ. അതേപോലെ റൈറ്റ്, റോട്ട്, റിട്ടൺ.
ഓക്കെ, V3 ഫോമാണ്. റിട്ടൺ സീ, സോ, സീൻ, V3 ഫോം. ഓക്കെ, ഇവിടെ V3 ഫോംസ് മാത്രം നോക്കിയാൽ മതി. ഈ V1, V2, V3 ഫോമിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോമെൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി. നമ്മൾ വരുന്ന ക്ലാസ്സിൽ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഈ ഒരു സ്ട്രക്ചറിൽ വരുന്ന പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സെൻറ്റൻസുകൾ എന്താണ് എന്നുള്ളതും കൂടി നോക്കാം. അത് നോക്കിയാൽ മതി. ജസ്റ്റ് ക്വസ്റ്റ്യൻസും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് ലീവ് ചെയ്യാം. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഭയങ്കര സ്ട്രെസ്സ് കൊടുത്ത് പഠിക്കരുത്, ജസ്റ്റ് സിമ്പിളായിട്ട് പഠിക്കാം. ഓക്കെ, പോസിറ്റീവ് ആയിട്ടുള്ള പ്രസൻറ്റ് ടെൻസിൻ്റെ എക്സാമ്പിൾസ് നോക്കുവാണ്. ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ വർക്ക്. ഓക്കെ, ഞാൻ എൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. അപ്പം ഇവിടെ കംപ്ലീറ്റഡ് മൈ വർക്ക് എന്ന് പറയുന്ന സമയത്ത് നമുക്കിത് പാസ്റ്റ് ആയിട്ട് തോന്നാം. പക്ഷേ ഇത് എന്തുകൊണ്ടാണ് പ്രസൻറ്റ് ടെൻസിൽ വരുന്നത്? പ്രസൻറ്റ് ടെൻസിൽ വരാനുള്ള കാരണം ഈ വർക്കിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അങ്ങനത്തെ വേർഡ്സാണ്, അങ്ങനത്തെ സെൻറ്റൻസുകളാണ് നമ്മൾ പോസിറ്റീവിൽ ഇടുന്നത്. അതേപോലെ ഷീ ഹാസ് വിസിറ്റഡ് ദുബായ്. ഓക്കെ, ഇവിടെ ഹാസ് വന്നിട്ടുണ്ട്, ഇവിടെ ഹാവും വന്നിട്ടുണ്ട്. ഹാസ് വിസിറ്റഡ് ദുബായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിസിറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി പാസ്റ്റ് ആണ്. പക്ഷേ ഇത് എന്തുകൊണ്ടാണ് പ്രസൻറ്റ് പെർഫെക്റ്റിൽ വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ദുബായിൽ പോയിട്ടുള്ള ഒരു എഫക്റ്റ് അല്ലെങ്കിൽ ആ ദുബായിൽ പോയിട്ടുള്ള ഓൾറെഡി വന്നിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം ആൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പം അങ്ങനത്തെ വേർഡ്സിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഹാവ്, ഹാസ് യൂസ് ചെയ്തിട്ട് പ്രസൻറ്റ് പെർഫെക്റ്റ് ആക്കുന്നത്. ഇനി നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള സെൻറ്റൻസുകൾ ജസ്റ്റ് നോക്കാം. ഐ ഹാവ് നോട്ട്. ഓക്കെ, ഇവിടെ ഹാവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, ഹാവ് പ്ലസ് നോട്ട്. ഓക്കെ, അതായത് ഹാവോ ഹാസോ വന്നിട്ട് ഒരു നോട്ടും കൂടെ വന്നു കഴിഞ്ഞാൽ അതെന്താണ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള നെഗറ്റീവ് സെൻറ്റൻസുകളാണ് എന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ, അപ്പം ഇവിടെ നോക്കിക്കേ, ഐ ഹാവ് നോട്ട് ഫിനിഷ്ഡ്. ഹാവ് പ്ലസ് നോട്ട്, ഹാവ് നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഫിനിഷ്ഡ്, ഞാൻ അത് ഫിനിഷ് ആയിട്ടില്ല, അല്ലെങ്കിൽ അത് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് ഫിനിഷ് ആയിട്ടില്ല എന്ന് പറയുന്നതിനാണ് ഐ ഹാവ് നോട്ട് ഫിനിഷ്ഡ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഹീ ഹാസ് നോട്ട് കം, അവന് ഇങ്ങോട്ട് വന്നിട്ടില്ല എന്ന് പറയുന്നതിനാണ് ഹാസ് നോട്ട് കം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതാണ് നെഗറ്റീവ് ഫോം എന്ന് പറയുന്നത്, ഹാവ്, ഹാസ്, നോട്ട്. ഓക്കെ, നോട്ട് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് ആണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിനുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഫോമാണ് ഇതെന്ന് പറയുന്നത്. ഇത് നോക്കിക്കേ, ഹാവ് ഓർ ഹാസ്. ഓക്കെ, ഹാവോ ഹാസോ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V3. ഇത് ശ്രദ്ധിക്കണം, എന്ത് വന്നു കഴിഞ്ഞാലും ഹാവോ ഹാസോ ഉണ്ടെങ്കിൽ V3 ഫോം മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നോക്കിക്കേ. ജസ്റ്റ് വൺ, ഹാവ് യു ഈറ്റൻ. ഓക്കെ, അതായത് ഹാവ്, യു എന്ന് പറയുന്നത് എന്താ, സബ്ജക്റ്റ് ആണ്. ഈറ്റ് എന്ന് പറയുന്നത് എന്താ, വേർബാണ്. ഓക്കെ, അതേപോലെ തന്നെ സെക്കൻഡ് വൺ നോക്കിക്കേ, ഹാസ്. ഹാസ് എന്ന് പറയുന്നത് എന്താണ്, ഇതാ ഇവിടെ ഹാസ് എന്ന് പറയുന്നത് പെർഫെക്റ്റിൻ്റെ ഫോർമാറ്റ് ആണ്. അതേപോലെ തന്നെ ഷീ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്. കോൾഡ് എന്ന് പറയുന്നത് V3 ആണ്. അപ്പം ഇവിടെ ഹാസ് ഓർ ഹാവ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V3 ആണ് നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇതിനുള്ള ചെറിയൊരു ട്രിക്ക് പറഞ്ഞുതരാം. ഈ ഹാവോ ഹാസോ ഏത് ക്വസ്റ്റ്യനിൽ വന്നു കഴിഞ്ഞാലും മനസ്സിലാക്കുക ഇത് എന്താണ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. അപ്പം നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യണം, ഈ ഹാവോ ഹാസോ യൂസ് ചെയ്ത് ആൻസർ ചെയ്താൽ മതി. അതായത് യെസ് ഐ ഹാവ്, ഹാവ് യു ഈറ്റൺ, നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ, നീ കഴിച്ചിട്ടുണ്ടോ, ഞാൻ കഴിച്ചിട്ടുണ്ട്, യെസ് ഐ ഹാവ്, അങ്ങനെ പറഞ്ഞാൽ മതി. അതേപോലെ തന്നെ ഷീ ഹാസ് കോൾഡ്, യെസ് ഷീസ്. അങ്ങനെ എന്ത് വന്നു കഴിഞ്ഞാലും ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ റിലേറ്റഡ് ഹാവ് ആൻഡ് ഹാസ് വന്നു കഴിഞ്ഞാൽ യു ഹാവ് ടു ആൻസർ ഇറ്റ് വിത്ത് ഹാവ് ആൻഡ് ഹാസ് ഇറ്റ് സെൽഫ്. ഓക്കെ, അപ്പം കൂടുതലും ഹാവ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആൻസർ ചെയ്യുക. ഇപ്പം ഇതിൻ്റെ ആൻസറൊക്കെ വരുന്ന സമയത്ത് ഹാസ് ഷീ കോൾഡ് അങ്ങനെ ചോദിക്കും, അവൾ വിളിച്ചിട്ടുണ്ടായിരുന്നോ, യെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആൻസറായി. ഓക്കെ, ആൻഡ് ഫൈനലി നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പം ഇതിൽ നോക്കിക്കുക, ഐ ഹാവ് വിസിറ്റഡ് ഡൽഹി. അപ്പം ഇതിൻ്റെ മലയാളം എന്താണ്, ഞാൻ ഡൽഹി സന്ദർശിച്ചിട്ടുണ്ട്. അതായത് ഒരാളോട് അവർ ഓൾറെഡി ചെയ്തിട്ട്, അതായത് ഓൾറെഡി ട്രാവൽ ചെയ്തിട്ടുള്ളൊരു സംഭവത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം ഐ ഹാവ് വിസിറ്റഡ് ഡൽഹി, ഞാൻ ഓൾറെഡി ഡൽഹി സന്ദർശിച്ചിട്ടുണ്ട്. അതേപോലെ ഷീ ഹാസ് ഈറ്റൻ സുഷി, അവൾ സുഷി കഴിച്ചിട്ടുണ്ട്. ഓക്കെ, മലയാളം നമ്മൾ കഴിച്ചിട്ടുണ്ട്, സന്ദർശിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്താണ് നമ്മൾ എന്ത് നോർമലി യൂസ് ചെയ്യുന്നത്, പ്രസൻറ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ,
ഇനി അതേപോലെ ഐ ഹാവ് ലോസ്റ്റ് മൈ കീ, ഞാൻ എൻ്റെ ചാവി നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ എൻ്റെ, അതായത് ചാവി ഇപ്പോഴും എന്താക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും, നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ. അപ്പോൾ പ്രസൻറ്റിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. നമ്മൾ ജസ്റ്റ് കളഞ്ഞു പോയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനമൊക്കെ ജസ്റ്റ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പം ഞാൻ എൻ്റെ കീ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഐ ഹാവ് നോട്ട് ഡൺ ദാറ്റ്, ഞാൻ അത് ചെയ്തിട്ടില്ല. ഓക്കെ, ഞാൻ അത് ചെയ്തിട്ടില്ല. അപ്പം എന്താണ്, എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് ഒരു ഇൻവെസ്റ്റിഗേഷൻ, അതായത് മുമ്പെന്നോ നടന്നിട്ടുള്ള, ഇപ്പോൾ ഒരു കേസൊക്കെ ഫയൽ ചെയ്യാണ് ഒരു പോലീസ് ഓഫീസേഴ്സ്, അപ്പോൾ മുമ്പെന്നോ നടന്നിട്ടുള്ള കേസാണ്, പക്ഷേ അതിനെക്കുറിച്ച് ഇപ്പം ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയാണ്. അപ്പം നമുക്ക് എന്താണ്, അത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ വരുന്നതാണ്. ഐ ഹാവ് നോട്ട് ഡൺ ദാറ്റ്, ഞാൻ അത് ചെയ്തിട്ടില്ല. അപ്പം ഇവിടെ നോക്കിക്ക്, ഐ വന്നപ്പം ഹാവ് വന്നു, ഷീ വന്നപ്പം ഹാസ് വന്നു, ഐ വന്നപ്പം ഹാവ് വന്നു, ഐ വന്നപ്പം ഹാവ് വന്നു. അപ്പം ഈ ഒരു വേർഡ്സ് ഒക്കെ നോക്കിയിട്ട്, അതായത് ടോട്ടൽ സെൻറ്റൻസിൻ്റെ മീനിങ്സ് നോക്കിയിട്ടാണ് നിങ്ങൾ എന്ത് പഠിക്കുന്നത്, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് പഠിക്കേണ്ടത്. ഇത് നിങ്ങൾ ചെയ്ത് നോക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇവിടെ ഓൾറെഡി ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഫിനിഷ്, ഗോ, ഈറ്റ്. അപ്പം ഐ ഡാഷ് മൈ വർക്ക്, ഷീ ഡാഷ് ടു സ്കൂൾ, ദേ ഡാഷ് ടു ലഞ്ച്. ഓക്കെ, അപ്പം ഇവിടെ എന്താണോ എങ്ങനെയാണോ വരുന്നത് അത് നിങ്ങൾ ഫില്ല് ചെയ്യണം. അപ്പം ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്ത് ജസ്റ്റ് പറയുവാണ്, നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് പാസ്റ്റ് ആയിട്ട് കമ്പയർ ചെയ്ത് ഒരുപാട് ഡൗട്ട്സ് വരാം. ഓക്കെ, അപ്പം നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതേപോലെ ഭയങ്കര സ്ട്രെസ്സ് കൊടുത്ത് ഇത് പഠിക്കരുത്. നിങ്ങൾ പ്രസൻറ്റ് ടെൻസും അതേപോലെ തന്നെ കണ്ടിന്യൂസും മാത്രം ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ മതി. അതാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അതേപോലെ തന്നെ എന്തെങ്കിലും പേഴ്സണലായിട്ട് ഹെൽപ്പുകൾ വേണം എന്നുണ്ടെങ്കിൽ നേരെ തന്നെ നമ്മളുടെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും.